ഹലോ ഗായ്സ്, ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വണ്ടി വന്ന് കഴുകുന്ന ഒരു വീഡിയോ ആയിരിക്കും. വീട്ടിൽ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തായിരുന്നു ഇത് സെയിം, പക്ഷേ കടയിൽ പോയിട്ടായിരുന്നു ചെയ്തത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. തുടങ്ങുന്ന മുന്നേ ഒന്ന് ഞാൻ വണ്ടി കാണിച്ചു തരാം. ഇത് ബിഫോർ നല്ല ചെളിയാണ്. ഇതിൻ്റെ വീലിൻ്റെ ഒക്കെ ഇടയ്ക്ക് എല്ലാം ചെളി ഇരിപ്പുണ്ട്. നന്നായിട്ടൊന്ന് കഴുകണം. ഇവിടെ ഉണ്ട് ഈ മിറർ ക്യാപ്പ്. ഇവിടെ എല്ലാ വീലിലും പുറകെ എപ്പോഴും നല്ല ചെളിയാവും. ഇവിടെ സൈഡ് എല്ലായിടത്തും ഇപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇത് ഈ പ്രഷർ വാഷർ കൊണ്ടാണ് ഞാൻ കഴുകാൻ പോണ വണ്ടി. ഇതൊരു 35 PSI പ്രഷർ വാഷറാണ്. നമുക്ക് കുഴപ്പമില്ലാത്തതാണ്. ഇത് വണ്ടി കഴുകാൻ കറക്റ്റാണ്. അടുത്തതുള്ളത് ഇതൊരു ടയർ കഴുകാനുള്ളതാണ്. ടയർ നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാവുന്ന സാധനം. പിന്നെ വീലും ചെയ്യാവുന്നതാണ്. അടുത്തത് സോപ്പ്, വണ്ടീൻ്റെ ബോഡി ചെയ്യാനുള്ളത്. ഇത് ഡ്രൈയിങ് ക്ലോത്ത്. ഇത് പിന്നെ സ്പഞ്ചും ബക്കറ്റും, അത് വേറൊരു ഡ്രൈയിങ് ക്ലോത്ത്. ആദ്യം നമ്മൾ ചെയ്യാൻ പോണത് വണ്ടീൻ്റെ ടയറ് റിമ്മാണ്. അതാണ് ഞാൻ എപ്പോഴും ആദ്യം ചെയ്യണത്. അതൊന്ന് പ്രഷർ വാഷ് കൊണ്ടൊന്ന് നനച്ചാൽ മതി. അത് അതിൻ്റെ ആ സ്പ്രേ അടിക്കും ഞാൻ അവിടെ കാണിച്ചത്. എന്നിട്ട് ഇതുകൊണ്ടൊന്ന് ഉരച്ചെടുത്താൽ മതി. ഇപ്പം ആദ്യത്തെ സ്റ്റെപ്പ് പ്രഷർ വാഷർ കൊണ്ട് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ മതി, ആ ചെളി ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അടുത്തത് ഈ സ്പ്രേ അടിച്ചാൽ മതി. സ്പ്രേ അടിച്ചിട്ട് ഇതുകൊണ്ട് ഒന്ന് അരച്ചാൽ മതി. അടുത്ത് നോക്കി നമുക്ക് ചെളി കാണാൻ പറ്റും ടയറിൽ നിന്ന് പോണത്. ഇത് ചെയ്തിട്ട് വലിയ കാര്യമില്ല, ബിക്കോസ് ടയറല്ലേ, അത് എപ്പോഴും ചെളിയാവാനുള്ള സാധനമാണ്. പക്ഷേ ഇത് കുറച്ച് സമയത്ത് നന്നായിട്ട് നിൽക്കും. നല്ല പുതിയ ടയർ പോലെ നിന്നോളും. ഇനി ഇത് ഇട്ടിട്ട് ഒരു 2 മിനിറ്റായി. ഇപ്പം നന്നായിട്ട് ചെളി പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രഷർ വാഷർ കൊണ്ട് ഒന്ന് ആ സോപ്പ് എടുത്ത് കളഞ്ഞാൽ. അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ടയർ നമ്മൾ ഇങ്ങനെ നിൽക്കും. ഇത് നൈസ് ആൻഡ് ക്ലീൻ ആണ്. ഇപ്പോൾ നനഞ്ഞിരിക്കുക, പക്ഷേ ഡ്രൈ ആകുമ്പോൾ നല്ല പുതിയ ടയർ പോലെ നിന്നോളും. ഇതാകത്തൊന്നും ചെളിയില്ല. ഇതാണ് ഏറ്റവും ബെസ്റ്റ് ടയർ കഴുകാൻ. ആ ടയർ ചെയ്തു. ഇനി ബാക്കി 3 ടയറോടെ തീർക്കാനുണ്ട്. അകത്തെ അടിച്ചു. ഈ 2 അടിച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് സ്ക്രബ് ചെയ്തിട്ട് പ്രഷർ വാഷർ കൊണ്ട് ഒന്ന് കഴുകിയാൽ മതി. ഇപ്പം ഈ സൈഡ് ചെയ്തു, ആ സൈഡ് ചെയ്തു, ഇവിടെ ഉള്ളത് ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ബോഡീൻ്റെ സാധനം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ കഴുകണതെന്ന്. ഇതാ വണ്ടി ബോഡി സോപ്പ്. ഇത് കുറച്ച് ഇതിനകത്ത് ഒഴിക്കും. സോപ്പ് ഇതിനകത്ത് ഇട്ടിട്ട് ഇതുകൊണ്ടൊന്ന് പ്രഷർ വാഷ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ അതെല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി പ്രഷർ വാഷർ കൊണ്ട് ഇത് മൊത്തം ഒന്ന് കഴുകിയെടുക്കണം.
നമ്മൾ വണ്ടി വാഷ് ചെയ്യുമ്പോൾ മേളിൽ നിന്ന് തൊട്ട് താഴോട്ടാണ് വരണ്ടേ. അപ്പോൾ ചെളി മേളിൽ നിന്ന് തൊട്ട് താഴോട്ട് എടുക്കാൻ പറ്റും. താഴെ ചെയ്ത് മേളിൽ പോവുകയാണെങ്കിൽ ആ മേളിൽ ഇരിക്കുന്ന ചെളി നമ്മൾ ക്ലീൻ ചെയ്ത സ്ഥലത്ത് വരും. അതുകൊണ്ടാണ് നമ്മൾ മേളിൽ നിന്ന് ചെയ്യേണ്ടത്. വണ്ടി മൊത്തം വാഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ സ്പഞ്ചും സോപ്പും കൊണ്ട് ഒന്ന് എല്ലായിടത്തും തൂക്കണം. വണ്ടി നൈസ് ആൻഡ് സോപ്പായിട്ടുണ്ട്. ഇനിയിപ്പം വണ്ടി ഒന്ന് മൊത്തം ഒന്ന് പ്രഷർ വാഷ് കൊണ്ട് കഴുകിയാൽ മതി. ഇപ്പോൾ വണ്ടി നൈസ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. ടയർ ചെയ്തു, വീൽ ചെയ്തു, ബോഡി മൊത്തം ചെയ്തു, മേള് ചെയ്തു, എല്ലായിടത്തും ചെയ്തു. ഇനിയിപ്പം ആ ക്ലോത്ത് കൊണ്ടാണ്. വണ്ടിക്ക് വേണ്ടി മേടിച്ചിരിക്കുന്ന ബെസ്റ്റ് സാധനമാണിത്. ഇത് വണ്ടിക്ക് ഡ്രൈ ചെയ്യാനുള്ള ഒരു ക്ലോത്ത്. ഇത് ഏറ്റവും ബെസ്റ്റ് നോക്കി ഞാൻ മേടിച്ചതാണ്. ഞാൻ വെയിലത്ത് ഒരിക്കലും വണ്ടി കഴുകാറില്ല. വെയിലത്ത് കഴുകുവാണെങ്കിൽ ഈ വെള്ളമെല്ലാം ഡ്രൈ ആയി ഇതിനകത്ത് കുറേ വാട്ടർ സ്പോട്ട്സ് ഒക്കെ വരാൻ തുടങ്ങും. ഇതുപോലെ പക്ഷെ അത് ഉണങ്ങിയിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം ചെയ്യണത്. ഞാൻ ഇതിൻ്റെ ഒന്ന് കാണിച്ചു തരാം ഇതെങ്ങനെയാണ് ഡ്രൈ ചെയ്യേണ്ടതെന്ന്. നമ്മുടെ വണ്ടി ഇങ്ങനെ വെക്കും, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി. ആ സ്പോട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് വ്യത്യാസം അറിയാൻ പറ്റും. ഇത് തുടച്ച സ്ഥലം നല്ലൊരു പ്രോഡക്റ്റാണിത്. ഓക്കെ ഗായ്സ്, വണ്ടി കഴുകിയെടുത്തിരിക്കുവാണ്. പുത്തും പുതിയ പോലെ ആയിരിക്കണത്. ടയർ നോക്കുവാണെങ്കിൽ, ബാക്ക് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ്. അതുകൊണ്ട് പെയിൻറ്റ് അടിപൊളിയായിട്ടിരിക്കുന്നത്. ബാക്ക് ഏറ്റവും ബെസ്റ്റാണ്. പക്ഷേ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ ഇച്ചിരി ഫെയ്ഡ് ആവുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ല. കുറച്ച് റോക്ക് ഷിപ്സ് ഉണ്ട്. അത് വേറെ വണ്ടിയും തിരിച്ചിങ്ങോട്ട് വരുന്നതാണ്. പക്ഷേ അതൊന്നും നോക്കിയില്ലെങ്കിൽ വണ്ടി ഇപ്പോൾ അടിപൊളിയായിട്ടിരിക്കുക. ഈ ഒരു സൈഡ് കാണിച്ചു തരാം. സൂപ്പറാണ്. ഇപ്പോഴും ഓർത്തെ വണ്ടീൻ്റെ സൗണ്ട് കേൾപ്പിച്ച് തന്നില്ല. എല്ലാ വീഡിയോയിലും ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നതാണ്. അപ്പോൾ അതിപ്പോൾ തീർത്തേക്കാം. അപ്പോൾ എല്ലാവരും ഇന്ന് വീഡിയോ വാച്ച് ചെയ്തുകൊണ്ട് താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.